നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ വിട്ടോ? വിട്ടങ്ങള് വലിയ കഷ്ടമായിപ്പോയി. എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. കുറച്ചുനാൾ ഇവിടെ താമസിക്കണമെന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാനാ വിധി. ഇനിയിപ്പോ പോവാതെ വേറെ വഴിയില്ലല്ലോ. നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്ന ഉറപ്പാ. അങ്കിള് വിഷമിക്കണ്ട കേട്ടോ. ബോറടി മാറ്റാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അന്തേവാസിയായിട്ട് തന്നെ. എന്തോന്ന് സാധനം ഇത്. ശരി അങ്കിളെ. ഇവിടം വിട്ടുപോയത് നന്നായി. ഇല്ല ഈ ജയിലൂടെ പൊളിച്ചടിക്കാന്. ഭഗവാനെ, ശാരികയുടെ കാര്യം കൈവെള്ളയെന്ന് വെള്ളം എന്ന പോലെ എല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. അവൾക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. എന്റെ മുന്നിൽ ഒരു വഴിയില്ല, ചുറ്റും ഇരുട്ട് മാത്രമാ. ഒരു വഴി കാട്ടിത്തരണേ ഭഗവാനെ. ആവൽ ബാന്ധവ. അമ്മേ. മോളെ, നീ എന്താ ഇവിടെ? വിഷ്ണുവിന്റെ ഹോട്ടൽ ഉദ്ഘാടനമല്ലേ മോളെ? ഉദ്ഘാടനത്തിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായമ്മേ. ഉദ്ഘാടനം പറ്റില്ലാന്നും ഹോട്ടലിന് ലൈസൻസ് ഇല്ലാന്നും പറഞ്ഞ് ആ ചന്ദ്രബോസ് കയറി വന്നു. എന്നിട്ട് നിയമം കൊണ്ട് വിഷ്ണുവേട്ടന്റെ കഴുത്തിൽ തന്നെ ഒരു കടുംകെട്ടിടാൻ നോക്കിയതാ ചന്ദ്രബോസ്. പക്ഷെ ഞാനത് അഴിച്ചെടുത്തു. ലൈസൻസ് കിട്ടുമെന്ന് ആദ്യം ഉണ്ടായിരുന്നു നെഞ്ചിനുള്ളില്. എല്ലാം ശരിയാക്കി തന്ന ഭഗവാൻ ഒരു നന്ദി പറയാൻ കയറിയതാ. അല്ല, അമ്മ എന്താ ഉദ്ഘാടനത്തിന് വരാതിരുന്ന്? ശ്യാമയോട് ചോദിച്ചപ്പോ അവള് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞ കഥ തീരില്ല മോളെ. അമ്മമാരുടെ സങ്കടങ്ങള് അങ്ങനെ തുടരുകയാ. അമ്മമാർക്ക് ഓരോ മക്കളും ഓരോ തീയ. അത് നന്നായി മനസ്സിലാക്കണമെങ്കില് നീ ആ വാത്സല്യം ഒന്ന് കണ്ടു നോക്ക്. വാത്സല്യോ? നമ്മുടെ സി കേരളം ചാനലിലെ രാത്രി 8:30 വരുന്ന സീരിയലാ വാത്സല്യം. സീരിയലല്ലേ അമ്മേ? എടി, സീരിയലൊക്കെ തന്നെയാ. പക്ഷെ എനിക്കത് കണ്ടപ്പോ ജീവിതമായിട്ടാ തോന്നിയത്. ഓരോ അമ്മയുടെയും കഥ. ശരി, വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാനവിടെ എത്തിയാലേ ഹോട്ടൽ ഉദ്ഘാടനം നടക്കൂ. ശരി ശരി. അല്ല, വാത്സല്യം എത്ര മണിക്കാന്നാ പറഞ്ഞേ? രാത്രി 8:30 എല്ലാ ദിവസവും ഉണ്ട് നമ്മുടെ സി കേരളം ചാനലിലെ. കാണണേ. ശരി അമ്മേ, ഞാൻ കാണാം. ഭഗവാനെ, എല്ലാം ഭംഗിയാക്കി തരണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലൈസൻസ് ഇല്ലാത്ത ഹോട്ടൽ, അതല്ലേ നിങ്ങളുടെ പ്രശ്നം? വായിച്ചു നോക്കാം. എന്താണോ? ഇവള് തന്നെ ജയിച്ചു സാറേ. ഇത് ഹോട്ടലിനുള്ള ലൈസൻസാ. അതങ്ങനെ? എടോ, ഇത് അവളെ പേരിലല്ലോ. ലൈസൻസ് ആരുടെ പേരിലാണേലും ഹോട്ടലിൽ പ്രവർത്തിക്കാമല്ലോ സാറേ.
ഉത്തരവിങ്ങി തരണം സർ. ഹോട്ടൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ്, പിന്നെ പോലീസ് വെരിഫിക്കേഷൻ. അത് സിയുടെ ഓഫീസിൽ നിന്നല്ല, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. ശ്രീരഞ്ജിനി ഓരോ ദിവസം അവളെ എന്റെ കൈപ്പാങ്ങിന് കിട്ടും. വാടോ പോവാം. ആ സാറേ, ഒന്ന് നിക്കണം. എന്താടി? എടി പോടി എന്നുള്ള വിളിയൊക്കെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് സർ കോടതി. അയ്യോ, എന്നാ മേഡം ഒഴിഞ്ഞാട്ടെ, അടിയൻ കേട്ടോളാം. കരിമ്പും കാട്ടിൽ ആന കയറിയതുപോലെ സാർ ഇവിടെ ചില കോപ്രായങ്ങൾ കാണിച്ചില്ലേ, അതൊന്ന് പരിഹരിച്ചിട്ട് പോണം. മനസ്സിലായില്ല? ഇവിടെ തട്ടിമറിച്ചിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് നേരെ എടുത്തു വെച്ചിട്ട് പോണം. അതിന് CI ചന്ദ്രബോസേ വേറെ ജനിക്കണം. കക്ഷത്തിലൊരു കമ്മീഷൻ ഉണ്ടെന്ന് കരുതി അധികം നെകളിക്കണ്ട. ഹോട്ടലെ തുറക്കുന്നു എന്നുള്ള അഹങ്കാരവും വേണ്ട. എടീ, തുറക്കുന്നതിനൊക്കെ എളുപ്പമാ പൂട്ടിക്കാൻ. അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ പോലീസുകാർക്ക് അറിയാം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ ചന്ദ്രബോസ് സാറേ. തൽക്കാലം സാർ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് പോണം. നിന്നോടല്ലേടി പറഞ്ഞ മനസ്സിലാന്ന്. മനസ്സുണ്ടാവണല്ലോ ചന്ദ്രബോസ് സാറേ. ഇല്ലെങ്കിൽ നീ എന്തായടാ തല്ലുവോ? അത് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ബോസ് സാറിനല്ലേ. ജീവനക്കാരെയൊക്കെ മുന്നിൽ വെച്ച് തല്ലു വാങ്ങുന്നത് സാറിന് ഭയങ്കര നാണക്കേടായിരിക്കും. ഞാൻ യൂണിഫോമിലാണ്. ആ, അതാണൊരു തടസ്സം. ഈ യൂണിഫോമിനോട് ഒരു ആദരവ് പുലർത്തുന്ന ഒരാളാ ഞാൻ. തെമ്മാടിത്തരം കാണിച്ച് തല്ല് വാങ്ങിച്ചു കൂട്ടുമ്പോ സാർ തൽക്കാലത്തേക്ക് ഇത് ഊരി വെച്ച കൊള്ളാം. എങ്ങനെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറഞ്ഞില്ലേ സ്നേഹവും വാത്സല്യവും നിറഞ്ഞു തുളുമ്പുന്ന സേതുമാധവന്റെ കരുണയെപ്പറ്റി? അത് അയാൾ എനിക്ക് തരുന്ന ഭിക്ഷയാ. നിങ്ങളെ ഉപദേശിക്കാനും നേർവഴിക്ക് നടന്നു കാണാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. നന്നാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട. പിന്നെ നിങ്ങളുടെ ഭർത്താവ് പോയ കാര്യം, അച്ഛനെന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോ അപ്പോഴുള്ള ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയിന്നാ ഞാൻ അറിഞ്ഞത്. ശരിക്കും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്തു? കണ്ണു മുഴപ്പിച്ച് നോക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങള് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും നന്നാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നേരത്തെ അത്രയും പറഞ്ഞത്. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലും ചിലപ്പോ നന്നായി പോയാലോ എന്ന് കരുതിയിട്ടാ ഇത്രയും സംസാരിച്ചത്. ഇനി പറച്ചിലൊന്നുമില്ല. ഈ കുടുംബത്തെ തകർക്കാൻ നിങ്ങൾ ഏത് വഴിയൊക്കെ തിരിഞ്ഞാലും അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. നിങ്ങൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനു മാത്രം ധൈര്യം നിങ്ങൾക്കില്ല. ആ ധൈര്യം നിങ്ങൾ സംഭരിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും, നല്ലൊരു തടസ്സമായിട്ട് തന്നെ. ഇത് ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടന്ന അനിയത്തിയുടെ വാക്കുകളല്ല. ഇത് മോളെ മോളെ എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടന്ന ഏടത്തിയുടെ വാക്കുകളല്ല. നെല്ലിശ്ശേരി കുടുംബത്തിലെ ഇളയ മരുമകൾ അർച്ചനയുടെ മാറാത്ത വാക്കാ. നെല്ലിശ്ശേരി കുടുംബത്തിലെ മൂത്ത മരുമകൾ അവന്തികയുടെ മാറാത്ത വാക്കാ.
മുന്നിൽ നിൽക്കുന്ന ശത്രു തന്നേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ആയുധത്തിന്റെ വലിപ്പം കൂട്ടേണ്ടതുള്ളൂ. ഇതൊരിക്കലും നിങ്ങൾ എന്നോട് പറഞ്ഞതാ. ഇപ്പോഴത്തെ ശത്രു ഞാനാണെങ്കിൽ ആയുധത്തിന്റെ വലിപ്പം കുറച്ച് കൂട്ടിക്കും. കാരണം ഇത് പഴയ അവന്തികയും പുതിയ അർച്ചനയും തമ്മിലുള്ള പോരാട്ടോ. നിങ്ങൾ തോറ്റു തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് തോൽവികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങളുടെ അവസ്ഥ ഒറ്റവാക്കി പറഞ്ഞ തീർന്നു. കുറെ കാലം മുമ്പേ ആയിരുന്നെങ്കിൽ ഈ അടി ഞാൻ നിന്ന് കൊള്ളുമായിരുന്നു. ഇനി എന്റെ നേരെ കൈയോങ്ങുന്നത് സൂക്ഷിച്ചു വേണം. ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഇഷ്ടം ഇതാണ്. ഇത് കീറിക്കളയാനാ തന്നോട് ഞാൻ എടുത്തരാൻ പറഞ്ഞത്. പിന്നെ ഡിവോഴ്സിനെ കുറിച്ച് തന്നോട് ഞാൻ സംസാരിച്ചത് തന്റെ ഉള്ളിലിരിപ്പ് അറിയാനായിരുന്നു. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്ത് ജീവിതം ജീവിക്കാനാ? ആരോടൊപ്പം ജീവിക്കാനാ? ഒരിക്കലും വേർപിരിയില്ലെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ അല്ലാതെ തന്നിനെ പറ്റി തൊടണ്ട. തന്നോടൊപ്പം ഉള്ളത് ഇഷ്ടത്തോടെയുള്ള വീർപ്പുമുട്ടല. തനിക്ക് അതേ അളവിൽ തിരികെ തരാൻ ആവുന്നില്ലെന്നുള്ള സ്വസ്ഥത കുറവിലുണ്ടായ വീർപ്പുമുട്ടൽ. ഇനി അങ്ങോട്ട് തന്നെ സ്നേഹിക്കാൻ പോവാ ഞാൻ. തന്റെ അത്രയും പറ്റുമെന്നറിയില്ല, എങ്കിലും ശ്രമിക്കാം. ഒരു പരിചയക്കാരിയും കൂട്ടുകാരിയുമായിട്ടല്ല, എന്റെ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിച്ചുള്ള സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ ഈ സച്ചി അർച്ചനയും ഡിവോഴ്സ് എന്ന വാക്ക് വേണ്ടില്ല. ഇനി ഒരു കാര്യത്തിനും ഈ കണ്ണുകൾ നിറയരുത്, പ്രത്യേകിച്ചും ഞാൻ കാരണം.
ഈ കണ്ണിൽ കണ്ണീരല്ല, അത്ഭുതമാണ് ഉണ്ടാവേണ്ടത്. സ്നേഹത്തിലും സന്തോഷത്തിലും മനസ്സ് നിറയുമ്പോഴുള്ള അത്ഭുതം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉറപ്പായി ഇവിടുന്ന് പോവല്ലേ? പോയല്ലേ പറ്റുമോളെ. ഗംഗയ്ക്ക് എന്താ ഇവിടെ തന്നെ നിന്നാൽ? ഞാൻ പറഞ്ഞതല്ലേ ഈ കല്യാണം കഴിക്കണ്ടെന്ന്. എന്റെ മാളുവിന്റെ കൂടെ നിൽക്കാൻ തന്നെയാ എനിക്കും ആഗ്രഹം. പക്ഷെ വിധി അതല്ലല്ലോ. ഞാനിവിടെ നിന്ന് പോയാലും മോളും മിടുക്കി കുട്ടിയായിട്ടിരിക്കണം. അച്ഛനെ വിഷമിപ്പിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ശ്രേയയുടെയും മഹിയുടെയും വിവാഹം മുടക്കിയതുപോലെ ശ്രീ മഹേശ്വരൻ ഗംഗയുടെ കല്യാണവും മുടക്കോ? അറിയില്ല മാളു. നമ്മുടെ സങ്കടങ്ങളെല്ലാം ശ്രീ മഹേശ്വരൻ കാണുന്നുണ്ടല്ലോ. അപ്പോ ഭഗവാന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്താ മഹേട്ടാ? ഞാൻ മാളുവിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. വേണ്ട, ഞാൻ വരില്ല. എനിക്ക് ഗംഗയുടെ കൂടെ കിടന്നാ മതി. അത് വേണ്ട മോളെ. ഇനി മുതല് മോൾക്ക് അച്ഛന്റെ കൂടെ കിടക്കാം. എന്താ മഹേട്ടാ? മാളു എന്റെ കൂടെയല്ലേ കിടക്കാറ്? പിന്നെന്താ ഇപ്പോ? അതിനെ അധികം നാളെ പറ്റില്ലല്ലോ. അപ്പോ ഇപ്പോഴേ മാറിക്കിടന്ന് ശീലിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ മാളുവിനത് കൂടുതൽ സങ്കടം ഉണ്ടാക്കും. ഇല്ല അച്ഛാ, എനിക്ക് ഗംഗയുടെ കൂടെ കിടന്നാ മതി. ഇനി എനിക്ക് എത്ര നാൾ ഇങ്ങനെ ഗംഗയുടെ കൂടെ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോട്ടെ. ശരി, മോളുടെ ഇഷ്ടം. ഗംഗ, എന്റെ മകൾക്ക് അമ്മയായി വരേണ്ടത് ഗംഗയാ. ഗംഗയെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് വിധേനയും ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നകുലും എടുക്കാനാണെങ്കിലേ നമുക്ക് മാളുവിനെ നകുലിന് തന്നെ കൊടുക്കാം. അവ സ്വദേശത്തോ വിദേശത്തോ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊടുത്ത് കാശ് വാങ്ങിച്ചോളൂ. നീ എന്റെ മോളെ കുറിച്ച് എന്താടി പറഞ്ഞത്? ഓടിവായോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. അയ്യോ, എന്നെ കൊല്ലണേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ, രക്ഷിക്കണേ. ആരെങ്കിലും ഓടി വരണേ. അയ്യോ, അയ്യോ അമ്മേ. അയ്യോ അമ്മേ, രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് വരണേ. നിന്ന് കൊരയാതെ എന്നെ വന്ന് രക്ഷിക്കണേ. നിന്റെ മോതിരം ഊരി എനിക്ക് തോടി. മോതിരം ഊരി അവൾ എന്നെ കൊല്ലും അമ്മേ.
അയ്യോ അയ്യോ എന്റെ അമ്മയെ പിശാച് പിടിച്ചേ. എന്നെ ഒന്നും ചെയ്യില്ലേ, ഇനിയൊന്നും പറയില്ല. എന്നെ കൊല്ലല്ലേ ഗൗരി. എന്റെ അമ്മയുടെ പ്രേതമേ, അങ്ങനെയൊന്നും പറഞ്ഞവളെ ദേഷ്യം പിടിപ്പിക്കില്ലേ. നല്ല വാക്ക് പറഞ്ഞ എന്നെ രക്ഷിക്കടി. എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ ഇവിടെ? ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, എന്തു പറ്റി അമ്മേ? എഴുന്നേക്ക്. അയ്യോ അയ്യോ, എന്താ എന്താ പറ്റിയേ? അവളെ നാത്തൂനെ എന്നെ കൊല്ലാൻ നോക്കി. ആര്? ഗൗരിയ. അവളുടെ പ്രേതം അമ്മ ഏറിലാക്കി. ദേ ആന്റി വന്നപ്പോഴേ അമ്മയെ താഴെ ഇറക്കിയത്. എന്റെ കയ്യിൽ മോതിരം ഉള്ളത് കൊണ്ടായിരിക്കും എന്നെ ഒന്നും ചെയ്തില്ല. എന്നെ കൊല്ലാൻ നോക്കിയപ്പോ ഈ മോതിരം ഇത്തിരി നേരത്തേക്കൊന്ന് തരാൻ തോന്നിയില്ലല്ലോ. ഞാൻ ഒന്നുമില്ലെങ്കിലും നിന്റെ സ്വന്തം അമ്മയല്ലേടി. അമ്മേ, ഞാൻ ഇത് ഊരിയ അപ്പൊ അവൾ എന്നെ തൂക്കി തറയിലടിക്കും, അത് ഉറപ്പാ. ഇനി പൗർണമി വരെ നോക്കിയിരിക്കുന്നത് മണ്ടത്തരവാ. ഞാൻ ഇന്ന് തന്നെ പോയി ഗുരുവമ്മയെ കണ്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യിപ്പിക്കാൻ നോക്കാം. ഇനി നിങ്ങളാരും പോണ്ട, ഞാൻ ഗുരുവമ്മയെ പോയി കാണാം. ഈ വീട്ടിൽ നിന്ന് ഗൗരിയുടെ ദുരാത്മാവിനെ ഒഴിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഗുരുവമ്മ നേരിട്ടെത്തി ഇവിടെ വന്ന് പൂജ ചെയ്യാന്ന് പറഞ്ഞതല്ലേ. ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ഗുരുവമ്മയെ ക്ഷണിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുട്ടി കിടന്നോളൂ, എഴുന്നേക്കാൻ പാടില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. അല്ല, ഞാനിത് എവിടെയാ? എന്നെ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ദേ ഇയാളാ. അമ്മോ, ക്ഷേത്രത്തിനകത്ത് വെച്ച് തലചുറ്റി വീണത് മറന്നോ? അപ്പൊ തന്നെ ഞാൻ അമ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് പോണം. കുട്ടി എന്തായി കാണിക്കുന്നത്? ശരീരം അനങ്ങരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ? അമ്മോ, അവര് പറയുന്ന അനുസരിക്കേ. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്നെ ഇവിടെ ആരും തടയാൻ നിൽക്കണ്ട. ഒന്ന് കിടക്ക പ്ലീസ്. ഡോക്ടർ, പേഷ്യന്റ് പോണോന്ന് പറഞ്ഞ് ബഹളം വെക്കുക. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ആദ്യം പേഷ്യന്റിനെ പിടിച്ച് കിടത്തു. കുട്ടി കിടക്ക്. ഇല്ല, കിടക്ക്. വിടാനില്ല നിങ്ങളോട് പറഞ്ഞ. അമ്മോ, എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? ഡോക്ടർ പറയുന്നൊന്ന് കേക്ക്. ആര് പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാനൊരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ശരി, വിട്ടയക്കാം. ആദ്യം ഒന്ന് റിലാക്സ് ആവൂ. ഡോക്ടർ, എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യോ? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അതിനെന്താ, ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ. ലക്ഷ്മിക്ക് തലചുറ്റൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നിങ്ങളുടെ അറിവിൽ ആദ്യം ഉണ്ടായതാണോ? എനിക്കറിയില്ല ഡോക്ടർ. ലക്ഷ്മിയുമായി പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യില്ലെന്ന് കരുതി പറയാതിരിക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോകാം. എങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എന്റെ ചോദ്യത്തിന് മറുപടി തരണം. ടെൻഷൻ ഉണ്ടാവുമ്പോ തലചുറ്റൽ വരുന്നതാകാം. എങ്കിലും ലക്ഷ്മിക്ക് ഇത് എത്രാമത്തെ തവണയാ തലകറക്കം വരുന്നത്? മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പറ. ഇപ്പൊ ട്രീറ്റ്മെന്റിനൊന്നും നിൽക്കണ്ട. തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ പിന്നീട് എന്നെ വന്ന് കണ്ടാ മതി. ഇപ്പൊ പൊയ്ക്കൊള്ളാൻ പറഞ്ഞതല്ലേ. മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ വരാറുണ്ട്.
ബോധം തിരിച്ചു വരുമ്പോ തലവേദന അനുഭവപ്പെടാറുണ്ടോ? ശിരസ് പൊട്ടിപ്പിളരുന്നത് പോലെയുള്ള പെയിൻ? എനിക്ക് പോണം, എന്നെ ഒന്ന് വിട്. എവിടേക്കാ ഇത്ര തിടുക്കം കാട്ടി പോകുന്നത്? ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയതാ. മുഹൂർത്തത്തിന് മുന്നേ എനിക്ക് അവിടെ എത്തണം. ശരി, ലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്യാം. ആ ഫയലിംഗ് എടുത്തോളൂ. ആ, ഡിസ്ചാർജ് ചെയ്തേക്കൂ. നിങ്ങളൊന്ന് വരൂ. പേഷ്യന്റ് ആരാ നിങ്ങൾ? ഞാൻ അവരുടെ ഫാമിലി ഫ്രണ്ടാ. നിങ്ങൾ അവളുടെ ബന്ധുക്കളോട് ഗൗരവമായി ഈ വിഷയം സംസാരിക്കണം. അടിക്കടി തലചുറ്റി വീഴുന്നത് നിസ്സാരമായി കണ്ടുകളയരുത്. എത്രയും വേഗം ഒരു MRI സ്കാൻ എടുക്കേണ്ടതുണ്ട്. അതിനുപേക്ഷ വിചാരിക്കരുത്. ഞാൻ അവരുടെ റിലേറ്റീവ്സിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാം. ഈ വിഷയം ലാഘവത്തോടെ തള്ളിക്കളഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതവരോട് പറഞ്ഞേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ വെച്ചാണോ ഗായത്രി അമ്മയെ കൊന്നത്? അതെ, അതാ അവിടെ വെച്ചാ. പാർവതി, 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 പാർവതി. അയ്യോ വിശാൽ, പാർവതി, അവൻ ഇവിടെ വന്ന് നിന്നെ കണ്ട എന്റെ വഴി പോക്കാം. പാർവതി, പാർവതി. ഗായത്രി അമ്മയെ ആരാ കൊന്നത്? എന്തിനാ കൊന്നത്? എങ്ങനെയാണ് കൊന്നത്? നിന്റെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നൊന്നായി നിനക്ക് ലഭിക്കും. മൂടി വെച്ച എല്ലാ രഹസ്യങ്ങളിലേക്കും തുറക്കുന്ന താക്കോൽ ഈ പുറ്റിനുള്ളിലുണ്ട്. നീ ആ പുറ്റിനുള്ളിലേക്ക് കൈയിടൂ. എല്ലാ സത്യങ്ങളും തെളിയുന്നൊരു വഴി നിനക്ക് വെളിപ്പെടും. ജയ, ഒരു പാമ്പ്! പുറ്റിനുള്ളിൽ കൈയിട്ട പാമ്പ് എന്നെ കൊത്തില്ലേ? എനിക്ക് പേടിയാവുന്നു. എനിക്കിതിനൊന്നും വയ്യ. വിശാൽ സാറ് ഇപ്പൊ അവിടെ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് തിരികെ പോണം ജയ. ഞാൻ പറഞ്ഞില്ലേ, വിശാല് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നോളൂ. പിന്നെ പാമ്പ് അത് നിന്നെ ഒന്നും ചെയ്യില്ല. നീ പുറ്റിനുള്ളിലേക്ക് കൈയിട്. ഇല്ല ഇല്ല ജയ, എനിക്കതിനുള്ള ശക്തിയില്ല. പാമ്പിന്റെ കടി ഏൽക്കും. എനിക്കതിന് സാധിക്കില്ല. നിനക്ക് സാധിക്കും, സാധിക്കണം. വിധിയെ നിഷേധിക്കാൻ നിനക്കാവില്ല. ഇത് നിന്റെ കർമ്മമാണ്. ഈ കർമ്മം നിറവേറ്റാനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അധികം ആലോചന വേണ്ട. നീ ഞാൻ പറഞ്ഞതനുസരിക്ക്. എല്ലാം ശരിയാകും. പാമ്പ്
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ ഈശ്വര, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കാറ്റ് വീശാൻ കാരണം? ആരെങ്കിലും പോയി ആ വാതിലും ജനലും ഒക്കെ ഒന്ന് അടയ്ക്ക്. ഇല്ലെങ്കിൽ ഈ വീട്ടിലെ സകല സാധനങ്ങളും താഴെ വീണ് തകരും. ഞാൻ അടയ്ക്കാം. അയ്യോ, ചെറിയമ്മ. അയ്യോ, അമ്മേ. ഇതെന്താ ഈ മാല എന്റെ കഴുത്തിൽ വന്ന് വീണത്? ഇത് നല്ല ശകുനമാണോ അതോ ചീത്ത ശകുനമാണോ? എന്താ അമ്മ ഇതിന്റെ അർത്ഥം? ചേച്ചി, ഈ ഫോട്ടോയുടെ മാല ചേച്ചിയുടെ കഴുത്തിൽ വീണിട്ടുണ്ടെങ്കിലേ അത് ഗായത്രി ചേച്ചിക്ക് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈച്ചയായിരിക്കും. ചേച്ചി, അമ്മേ, ഇതെന്ത് നിമിത്തമാ? പെട്ടെന്ന് കാറ്റ് വരെയും പെട്ടെന്ന് കാറ്റ് പോവുകയും ചെയ്തു. എനിക്കറിയില്ല മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, നാണക്കേടെന്ന് തോന്നണ്ട. ശ്യാമയുടെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ശ്രദ്ധയോടെ പഠിക്ക്, രക്ഷപ്പെടാം. എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ഞങ്ങൾ പോട്ടെ, പ്രശസ്ത ഗായികെ.
മോളെ, എന്താ മോളെ, എന്താ, എന്തിനാ നീ കരയുന്നേ? മമ്മി, ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത്രക്കെന്നെ അവരെ നാണം കെടുത്തിയില്ലേ? കരയാതെ കാര്യം പറ മോളെ, എന്താ സംഭവിച്ചേ? ആ ശ്യാമയും അഖിലും അവര് മമ്മി അത് കേൾക്കണമായിരുന്നു. എന്താടി അവരെന്താ പറഞ്ഞേ? പറ മോളെ. രണ്ടാളും കൂടി എന്നെ പബ്ലിക് പ്ലേസിൽ വെച്ച് നാണം കെടുത്തി. അവരുടെ ട്യൂഷൻ ക്ലാസ് മുടക്കിയെന്ന് പറഞ്ഞു കുറെ ദേഷ്യപ്പെട്ടു മമ്മി. പിന്നെ ആ അഖില് അവൻ എന്നോട് പറയാ എനിക്ക് പാടാൻ അറിയില്ല എന്ന്. എന്നോട് ശ്യാമയുടെ സംഗീത ക്ലാസ്സിൽ ചേർന്ന് സംഗീതം പഠിക്കാൻ. അത് കേട്ട് എനിക്ക് സഹിച്ചില്ല അമ്മ. അവൻ എന്റെ മോളോട് അങ്ങനെ പറഞ്ഞോ? അഹങ്കാരി. എന്റെ മോള് അവൾക്ക് ശ്യാമയ്ക്ക് ശിക്ഷപ്പെടണമെന്നോ? കേട്ടിട്ട് എനിക്കങ്ങോട്ട് പെരുത്ത് കേറുക. എനിക്കിത് ഓർക്കാൻ പോലും വയ്യ മമ്മി. ഇനി ഈ നാണക്കേടും സഹിച്ച് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അയ്യോ, അങ്ങനെ പറയാതെ മോളെ, നിനക്ക് ഞാനുണ്ട്. കരയല്ലേ. ഇത് അവളുടെ വേലയാ, ആ ശ്യാമയുടെ. അവളാ അവനെ കൊണ്ട് ഇങ്ങനൊക്കെ പറയിപ്പിക്കുന്നത്. ഇനി ഞാൻ ക്ഷമിക്കില്ല, അവളോട് പൊറുക്കില്ല. ഇതിന് പ്രതികാരം ഞാൻ ചെയ്തിരിക്കും. മമ്മി എന്താ ചെയ്യാൻ പോന്നെ? പറ മമ്മി. അവൾ, ആ ശ്യാമ, ഇനി സംഗീത ക്ലാസ് നടത്തില്ല. അത് നമ്മൾ പൊളിച്ചിരിക്കും. എങ്ങനെ? നമ്മൾ നേരിട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? മമ്മി എന്താ ഉദ്ദേശിക്കുന്നേ? അത് പറ. അവളെ തകർക്കാൻ, അവളുടെ ട്യൂഷൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ട്. നമുക്ക് അവളെ കാണാം. അവസാനിപ്പിച്ചേക്കാം എല്ലാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ജയന്തി. എന്തായി പറയേ? മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. സംഗതി വിജയിച്ചു. കണ്ണ് പുകഞ്ഞു ചുമച്ച് പിള്ളേരെല്ലാം ഓട്ടത്തോടെ ഓട്ടം. അതെയോ? എന്നിട്ടെന്താ, ഇപ്പൊ ഇവിടെ ട്യൂഷൻ പിള്ളേരുടെ പൊടി പോലും ഇല്ല. ശ്യാമയ്ക്ക് വല്ല സംശയമുണ്ടോ? അത് പിന്നെ അവൾ എന്നെ കണ്ടിട്ട് വേണ്ടേ? അതൊക്കെ. പക്ഷേ മുളകിട്ട് പുകയ്ക്കാൻ അവിടെ മറ്റാരും വരില്ല എന്ന് ശ്യാമയ്ക്കറിയാം. ഓ, തെളിവ് എടുത്ത് മണം പിടിച്ച് അവൾ എന്റെ അടുത്തേക്ക് വരട്ടെ. അവൾ എന്റെ നാവിന്റെ ചൂടറിയും. ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ശ്യാമ അറിയരുത്. മാഡത്തിന് എന്നെ വിശ്വസിക്കാം. ഇനിയും ഇതുപോലെ പുകയ്ക്കോ ചാടിക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കതിന് പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. ക്യാഷ് ഞാൻ തരും. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പ എന്നെ അറിയിക്കണം. മനസ്സിലായോ? ശരി മാഡം, എന്നാ ഞാൻ വിളിക്കാവേ. മമ്മി, ശ്യാമയുടെ മ്യൂസിക് ട്യൂഷൻ വീണ്ടും പൊളിഞ്ഞുവല്ലേ? ശ്യാമ, അവളെ ആകെ നിന്റെ അമ്മ പൊളിച്ചടുക്കാൻ പോവല്ലേ? സാർ അറിഞ്ഞോ? ക്ലാസ്സിൽ നിന്ന് കുട്ടികളൊക്കെ ഇറങ്ങി ഓടി. ചുമയും മുഖനീറ്റലും ആകെ പ്രശ്നമായിരുന്നു. ആരും
ആരും ഇത് മനഃപൂർവ്വം ചെയ്തതാ. ജയന്തിയെടുത്താണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്കാണെങ്കിൽ ആകെ വിഷമായി. ഇനി കുട്ടികൾ ആരും വരും തോന്നുന്നില്ല. നമ്മളിനി എന്താ ചെയ്യാ? സാർ, ഞാൻ പറഞ്ഞൊന്നും സാർ കേട്ടില്ലേ? അതെ, എന്താ ഒന്നും പറയാത്ത? ഓ, ഉറങ്ങായിരുന്നോ? അയ്യോ, പുള്ളുന്ന ചൂടാണല്ലോ. സാർ, സാർ, സാർ കണ്ണു തുറന്നേ. സാർ, ദൈവമേ, സാർ, സാർ കണ്ണു തുറക്ക. സാർ, സാർ, ദൈവമേ, ഇതെങ്ങനെ? സാർ, സാർ കണ്ണു തുറക്ക്. ഈശ്വര, അമ്മേ, സാർ, അമ്മ നിങ്ങൾ വന്നേ വേഗം. സാർ, സാർ കണ്ണു തുറക്ക്. അമ്മേ, അയ്യോ, എന്താ സാർ? എന്താ മോളെ? സാർ, അമ്മ നോക്കി, എത്ര വിളിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല. മോനെ, അക്കിമോനെ, കണ്ണു തുറക്ക്. സാർ, സാർ കണ്ണു തുറക്ക്. മോനെ, അമ്മ, സാർ, സാർ, ദൈവമേ, കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നടന്നത് പൂജയാണോ കല്യാണമാണോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. രണ്ടായാലും രണ്ടുപേരും ഏതെങ്കിലും വിധത്തിൽ യോജിച്ചു പോയാൽ മതിയായിരുന്നു. സത്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ വലിയ ബഹുമാനം തോന്നുന്നു. കൊച്ചുകുട്ടികൾ ദുശാഠ്യം കാണിക്കുമ്പോ നമ്മൾ അവരെ തല്ലിയോ ഭയപ്പെടുത്തിയോ ഒക്കെ വരുതിക്ക് കൊണ്ടുവരും. അതുപോലെ മുതിർന്ന കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോ അവരെ എങ്ങനെ നേരിടാം എന്നതിനുള്ള പാഠമാണ് നിങ്ങൾ ഇവിടെ നൽകിയത്. പൂജ വെറുമൊരു അനുഷ്ഠാനമല്ല, പ്രശ്ന പരിഹാരത്തിനുള്ള വഴിയായിട്ടാ ഇവിടെ മാറിയത്. എന്തായാലും ആ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദിയുണ്ട് തിരുമേനി. അവരെ തമ്മിൽ യോജിപ്പിക്കാനുള്ള ഈ സൂത്രപ്പണിയിൽ ഞങ്ങൾക്കൊപ്പം നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ആ, ഇതൊരു ദക്ഷിണയാ. ഇതും കൂടി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. പുഷ്പം എവിടായിരുന്നു? ഞാനൊക്കെ മുകളിലായിരുന്നു. അരുന്ധതി നക്ഷത്രത്തെ ഒന്ന് കാണാൻ പോയതാ. എന്നിട്ട് കണ്ടു. വയറ് നിറഞ്ഞു. അല്ല, മനസ്സ് നിറഞ്ഞു. അയ്യോ, ഒറ്റയ്ക്ക് കണ്ടിട്ട് ഫലമില്ലല്ലോ പുഷ്പൻ ചേട്ടാ. ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ? ആയ കാലത്ത് അരുന്ധതി നക്ഷത്രത്തെ കാണാനോ കൂടെ ആരെങ്കിലും കൂട്ടാനോ തോന്നിയില്ല. ഇനിയിപ്പോ നമ്മുടെ നേരം വിളിക്കാറായില്ലേ? ശരി അഞ്ജലി, ഞങ്ങളെന്നാ പുറപ്പെടുന്നു. പൂജിച്ച് യോജിപ്പിച്ച നവദമ്പതികൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇന്നൊരു ദിവസത്തേക്ക് പ്രസാദേട്ടൻ കൂടി ഇവിടെ നിൽക്കാം. ആരതി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ? മുരളി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാ. ഇല്ലില്ല, മുരളി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആരതി എങ്ങനെ പ്രകോപിപ്പിച്ചാലും മുരളി അനങ്ങില്ല. അവൻ കാരണം ഇവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. അതെന്റെ ഉറപ്പാ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹരി ഇവിടെ നിൽക്കട്ടെ. അവന്മാര് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാ. വഴക്കും വക്കാണൊക്കെ ഉണ്ടെങ്കിലും രണ്ടാളും ഒരേ മനസ്സുള്ളവരാ. മുരളിയെ നിയന്ത്രിക്കാൻ എന്നെക്കാൾ പറ്റിയത് ഹരിയ. അവനോട് നിൽക്കും. അല്ല, അത് വേണോ? ഏത്? അല്ല, ഹരിയെ മാത്രം ഇവിടെ നിർത്തുന്നത് അത് ഒരതുമില്ല. അവനോട് നിൽക്കട്ടെ. നിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. അതെന്താ പുഷ്പൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ മുരളി ആരതിക്ക് താലി കെട്ടിയത്. അതിപ്പോ കല്യാണം വരെയായി. അല്ല, ഇനിയും അതുപോലെ അപ്രതീക്ഷിതമായി വല്ലതും സംഭവിച്ചാൽ അതും നല്ലതിനായിരിക്കുമെന്ന് പറയുകയായിരുന്നു.
വാ നമുക്ക് പോവാം. ശരി അഞ്ജലി. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യേ, ഉപ്പുമില്ല, രുചിയില്ല. പ്രണയത്തിന് എപ്പോഴും ഉപ്പും രുചിയും വേണമെന്ന് ശാഠ്യം പിടിക്കരുത്. ഉപ്പില്ലാത്ത പ്രണയവും പ്രണയമാണ് ആര്യപുത്രി. ആണോ? എന്നാ പിന്നെ എന്നെ പിടിച്ചോ. അയ്യോ, എത്തിയോ? ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ആര്യ എവിടെ? അവിടെ നല്ല ഉറക്കം വന്നാ തോന്നുന്നു. നേരെ ഇത്രയായിട്ട് എണീറ്റില്ലേ? ഇവൾക്കെന്താ ഇന്നലെ രാത്രി ശിവരാത്രി ആയിരുന്നോ? ആ, എനിക്കറിയില്ല. എനിക്കൊരു ജോബ് കോച്ചിങ് സെന്ററിൽ ചേരാനുണ്ട്. അതാ ഞാൻ നേരത്തെ എഴുന്നേറ്റത്. ജോബ് കോച്ചിങ് സെന്ററോ? അതെന്താ ഈ ജോബ് കോച്ചിങ് സെന്റർ? ജോലി കിട്ടാനുള്ള ടെസ്റ്റുകൾക്ക് പരിശീലനം കൊടുക്കുന്ന സെന്ററാ. ബാങ്ക് ടെസ്റ്റുകൾക്കും PSC UPSC ടെസ്റ്റുകൾക്കും കുട്ടികൾ കോച്ചിങ്ങിന് പോവും. ആ, അത് നല്ല കാര്യം. നീ ഇത് കൊണ്ടുപോയി മുരളിക്ക് കൊടുക്ക. ആള് പുറത്തിരിപ്പുണ്ട്. എനിക്കെങ്ങും വയ്യ. വേണമെങ്കിൽ സീതമ്മ കൊണ്ടുപോയി കൊടുത്താ മതി. ആരതി, ഇതില് നീ വേറെ ഒന്നും കാണണ്ട, ഒന്നും കരുതുകയും വേണ്ട. മുരളി നമ്മുടെ വീട്ടിലെ അതിഥിയാ ഇന്നിപ്പോ. അവനൊരു ചായ കൊണ്ടു കൊടുക്കുന്നതില് തകരാറൊന്നുമില്ല. ദാ കൊണ്ടുപോയി കൊടുക്ക. കൊണ്ടുപോയി കൊടുക്കങ്ങോട്ട്. ചായ. ആഹാ, സൂപ്പർ. ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് നല്ല മാറ്റം വന്നല്ലോ. ഏതായാലും ഞാൻ കെട്ടിയ താലിക്ക് വില കൽപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടായി എന്നർത്ഥം. ഇപ്പോഴാ നീ എന്റെ ഭാര്യയായത്. ആരതി, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ. വീട്ടിൽ വന്നൊരു അതിഥിക്കുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചു. നിങ്ങൾ പക്ഷെ അത് അർഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെ, നിങ്ങൾ ഇവിടെ വന്നതൊരു മംഗളപൂജയ്ക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ മയങ്ങി കടന്നപ്പോ കഴുത്തില് കെട്ടിത്തന്ന ഈ ഒരു താലിയുടെ ബലത്തില് എന്നെ ഭാര്യയാക്കി ചൊൽപ്പടിക്ക് നിർത്താനല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.